നേരെ അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നേരെ അവിടെ മാതാവിൻ്റെ രൂപം മറ്റേ സമയഘടികാരം വെച്ചിട്ടിരിക്കണ മാതാവിൻ്റെ രൂപത്തുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ നോക്കണേ, അതിൽ മാതാവ് 10 എന്നുള്ള ആ സംഖ്യയിലേക്കാണ് കൈ ഇങ്ങനെ വെച്ചേക്കണത്. എൻ്റെ പേര് സുബിത സുധീന്ദ്രൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/12/2022 ആദ്യമായി ഈ നടയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിന് ഒരു ജോലിക്ക് പോണ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം ആൾക്ക് കാല് മടക്കി വെക്കാൻ പറ്റില്ല, താഴെ ഇരിക്കാനും പറ്റില്ല, കസേരമേ ഇരുന്നാലും ഒരു കാല് മുകളിലേക്ക് കയറ്റി വെക്കാനോ പിടിച്ച് വേണം കയറ്റി വെക്കണമെങ്കിൽ, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ തൈലം പുരട്ടി, മാതാവിൻ്റെ തൈലം പുരട്ടി കൊടുക്കാറുണ്ട്. ആൾക്ക് കുറവുണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആൾ എൻ്റെ കൂടെ വന്നു. ആൾ അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് മാതാവിൻ്റെ നടയിൽ പോയി ഒന്ന് ഇരിക്കണമെന്ന് തോന്നി. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ചമ്രം മടിഞ്ഞിട്ടിരുന്നു. ആൾക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി. കാല് പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം ഇങ്ങനെ ഇരിക്കണമെന്നായിരുന്നു. അത് ആൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ബ്രസ്റ്റിൻ്റെ നടുക്കായിട്ട് എനിക്കൊരു തടിപ്പുണ്ടായി. ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരു തടിപ്പുണ്ടായിരുന്നു. അത് കീറി കളഞ്ഞതായിരുന്നു. അപ്പം അന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇതേപോലെ വരികയാണെങ്കിൽ വീണ്ടും കീറേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ തടിപ്പ് വന്നു. ഞാൻ ഡോക്ടറെ കണ്ടില്ല. ഇത് വന്നപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ തടിപ്പ് അവിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ വീണ്ടും ആ തടിപ്പ് ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ കാലുമ്മ ഒന്ന് മാന്തി പൊട്ടിയതാണ്. അതങ്ങനെ മാന്തി ഇങ്ങനെ വട്ടം വെച്ച് കറുത്തടയാളം ആയി. അപ്പം നമ്മൾ സാധാരണ ഒരു മാന്തി പൊട്ടിയതല്ലേന്ന് ഓർത്ത് അത്ര ഗൗനിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഇത് ഡോക്ടറെ കണ്ട് മാറ്റി കളയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക് എടുത്തു, ഓയിൻമെൻറ്റൊക്കെ പുരട്ടി. എന്നിട്ടും ഇത് മാറണില്ല. ഇത് വട്ടം വെച്ച് വരാണ്, ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ കൂടി കൂടി വരിക. അപ്പം ഞാനത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ അടയാളം മങ്ങി ഇപ്പോൾ ഒരു കറുത്ത അടയാളം പോലും ആ കുട്ടിയുടെ കാലുമില്ല. പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ മോന് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് യൂറോപ്പിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് അപേക്ഷിച്ച് ഫസ്റ്റത്തെ തവണ അത് റിജക്ഷനായി. 2ാമത്തെ തവണ ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഫസ്റ്റ് വിസ കിട്ടി കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് വിചാരിച്ച് ഇവന് എംബസിയിലേക്ക് പോകാനായിട്ടുള്ള പേപ്പർ മേടിച്ച് ഇവൻ നേരെ തന്നെയൊക്കെയാണ് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവൻ എംബസിയിൽ പോയി തടസ്സങ്ങളൊന്നും ഇല്ലാതെ വന്ന് അവന് വിസ വന്നു. ഇവൻ അടുത്ത മാസം കയറി പോവാണ്. പിന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊരു കാർഡ് വന്നിരുന്നു ജോലിക്ക്. 6 മാസത്തേക്കാണ്. അത് 300 പേരോളം എടുക്കണ ജോലിയായിരുന്നു. അതിൽ 300 പേരെ ഇൻ്റർവ്യൂവിന് എടുത്ത് 11 പേരെയാണ് അതിൽ നിന്ന് സെലക്ഷൻ ആക്കണമെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു റെക്കമെൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റവും വലിയ റെക്കമെൻഡുള്ള ആൾ എൻ്റെ കയ്യിലുണ്ട്, മാതാവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും എല്ലാവരും പറഞ്ഞു പാർട്ടിക്കാരെ കാണണം, അങ്ങനെ അവരോട് പറയണം ഇവരോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഇത് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ അവരോടും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് 11 പേരെ അവർ എടുക്കലും കഴിഞ്ഞു, ജോലി സ്റ്റാർട്ടാക്കലും കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയായാലും അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാണ്. അപ്പോൾ 11 പേരിൽ സെലക്ഷൻ ആയാലും ഒരു കുട്ടി ഈ ജോലി വേണ്ടാന്നും പറഞ്ഞ് പോവാണ്. അതിൻ്റെ ഒഴിവിലേക്കാണ് എന്നെ വിളിക്കണേ. അപ്പം ഈ പാർട്ടിക്കാരുടെ അനുവാദത്തോടെ അല്ല എനിക്ക് ജോലി കിട്ടിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാതാവ് അത് അല്പസമയം എനിക്ക് നീക്കി തന്നതാണ്. ഞാനത് അവിടെ ചെന്ന് ചോദിക്കുകയും ചെയ്തു, ഇത് എന്തിൻ്റെ ബേസിലാണ് എനിക്കിത് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ബയോളജിസ്റ്റ് പറഞ്ഞ അത് ഞങ്ങൾ അന്ന് ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരാളെ നോക്കി സെലക്ട് ആക്കി. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അത് കിട്ടിയതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് അല്പം വൈകി എനിക്ക് ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം.
എൻ്റെ മോൾക്ക് SLC പരീക്ഷയുടെ സമയത്ത് അവളെപ്പോഴും പറയാം, അമ്മ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല 9A+, എന്ന് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യം പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചോളൂ നല്ലോണം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ വരണം, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോണേലും മുന്നേ മാതാവ് എനിക്കൊരു തെളിവ് തരണം, കൊച്ചിന് ഫുൾ A+ കിട്ടുന്നു, എനിക്ക് അവളുടെ അടുത്ത് അവിടെ ചെന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഓരോ കണ്ണൊക്കെ എൻ്റെ ഇങ്ങനെ 10A+ കിട്ടണ അത് എങ്ങനെയാണെന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കാറുണ്ട്. ഒന്നും കാണണില്ല. മാതാവിൻ്റെ മെഴുകുതിരി പിടിച്ച് എനിക്കന്ന് വരാനുള്ളൊരു അനുഗ്രഹം കിട്ടി. അപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എണ്ണി നോക്കാണ് 10A+ കിട്ടുമോ 10A+ കിട്ടുമെന്ന്. പക്ഷെ ഒന്നും കാണണില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് ഇവിടെ മുട്ടൂത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നേരെ അവിടെ മാതാവിൻ്റെ രൂപം മറ്റേ സമയഘടികാരം വെച്ചിട്ടിരിക്കണ മാതാവിൻ്റെ രൂപത്തുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ നോക്കണേ, അതിൽ മാതാവ് 10 എന്നുള്ള ആ സംഖ്യയിലേക്കാണ് കൈ ഇങ്ങനെ വെച്ചേക്കണത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താന്ന് പറയാൻ അത്ര സന്തോഷമായി. എന്ന് വെച്ചാൽ ഒരു തെളിവ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണേലും മുന്നേ മാതാവ് കാണിച്ചു തന്നു. അതുപോലെ തന്നെ അവൾക്ക് ഫുൾ A+ കിട്ടി. സന്തോഷവതിയായിട്ട് എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഭർത്താവ്, മോള്, മോൻ എല്ലാവരും വന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അവർക്ക് എന്നെ കൊണ്ട് പറ്റണ പൈസ, വലിയ തുകയൊന്നുമല്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റണ പൈസ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഞാൻ പോന്നിട്ടുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി ഡ്രസ്സ്, പൈസ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൊതിച്ചോറ്, ഹോസ്പിറ്റലുകളിലേക്ക് പൊതിച്ചോറ്, ഇപ്പോൾ ഒരു പൊതിച്ചോറെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ കൊണ്ട് കഴിയണ വിധം എണ്ണം കൂട്ടി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ എന്നും കേൾക്കും. ഒരു പരിമിതി ഉണ്ട്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കൊരു പരിമിതി ഉണ്ട് കേൾക്കാനും. എന്നാലും ഞാൻ പരമാവധി ജോലിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് വെച്ചാൽ അത് ആ കറക്റ്റ് സമയത്തല്ലെങ്കിലും ഞാനത് കേൾക്കാറുണ്ട്. വചനങ്ങൾ കുറേ ഞാൻ മൊബൈലിൽ ഇങ്ങനെ അതാണ് കൂടുതൽ സാക്ഷ്യങ്ങൾ അതൊക്കെ കേൾക്കാറുണ്ട്. ബൈബിള് കിട്ടുന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കാറുണ്ട്.